നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വോൾട്ടേജ് പ്രതിരോധവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കറന്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവ തമ്മിലുള്ള ബന്ധം ഓംസ് ലോ പ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒഴുകുന്ന കറന്റ് അതിൽ പ്രയോഗിച്ച വോൾട്ടേജിന് നേർ അനുപാതത്തിലും താപനില സ്ഥിരമായി തുടരുകയാണെങ്കിൽ സർക്യൂട്ടിലെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലും ആണെന്നുള്ളതാണ് ഓംസ് ലോ പ്രസ്താവിക്കുന്നത്. ഏതൊരു ചാലകത്തിലൂടെയും ഉള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണ് കറന്റ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണുകൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഒഴുകുന്നത്. എന്നാൽ കറന്റ് ഒഴുകുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. ഓംസ് നിയമങ്ങൾ 3 വ്യത്യസ്ത ഘടകങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. അവ ഇനിപ്പറയുന്നവയാണ്. 1. വോൾട്ടേജ് എന്നത് കറന്റിനെയും റെസിസ്റ്റൻസിനെയും ഗുണിച്ചതിന് തുല്യമാണ്. 2. റെസിസ്റ്റൻസ് എന്നത് വോൾട്ടേജിനെ കറന്റ് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ്. 3. കറന്റ് എന്നത് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യവുമാണ്. ഓംസ് നിയമത്തെ നമുക്ക് ഒരു വാട്ടർ ടാങ്കുമായി ഉപമിക്കാം. ഇവിടെ നമുക്ക് ടാങ്കിൽ ഉള്ള വെള്ളത്തെ ചാർജ് ആയും ഔട്ട്പുട്ട് ഹോസിന്റെ അറ്റത്തുള്ള മർദ്ദത്തെ വോൾട്ടേജ് ആയും സങ്കല്പിക്കാം. ടാങ്കിൽ വെള്ളം കൂടുതൽ ഉള്ളപ്പോൾ ഹോസിന്റെ അറ്റത്തെ മർദ്ദവും കൂടുതൽ ആയിരിക്കും. ഇനി ഈ ടാങ്കിനെ നമുക്ക് ഒരു ബാറ്ററി ആയി സങ്കല്പിക്കാം. ഒരു നിശ്ചിത അളവിലുള്ള ഊർജ്ജം സംഭരിക്കുകയും അത് പുറത്തുവിടുകയും ചെയ്യുന്ന സ്ഥലമാണല്ലോ വാട്ടർ ടാങ്ക്. അതായത് അതിലുള്ള വെള്ളം ഒരു നിശ്ചിത അളവിൽ തുറന്നു വിടുകയാണെങ്കിൽ ഹോസിന്റെ അറ്റത്തെ മർദ്ദം കുറയുന്നതായിരിക്കും. ബാറ്ററികളിലെ ചാർജ് തീരുമ്പോൾ ടോർച്ച് ലൈറ്റ് ഒക്കെ മങ്ങുന്നില്ലേ, അതുപോലെ. ഇവിടെ ടാങ്കിൽ നിന്നും ഹോസിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കറന്റ് ആയി കണക്കാക്കാം. ഉയർന്ന മർദ്ദം ഉള്ളപ്പോൾ ഒഴുക്കിന്റെ അളവും കൂടുതലായിരിക്കും. കറന്റിനെ അളക്കുന്നത് ആംപിയറിലാണ്. സാധാരണയായി ആംപ്സ് എന്ന് വിളിക്കുന്നു. നമുക്കിവിടെ 2 ടാങ്കുകൾ കാണാം. ഓരോന്നിനും താഴോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഹോസുകളും ഉണ്ട്. 2 ടാങ്കിലും ഒരേ അളവിലുള്ള വെള്ളമാണ് ഉള്ളത്. എന്നാൽ ഒരു ടാങ്കിന്റെ ഹോസ് മറ്റേതിനേക്കാളും കനം കുറഞ്ഞതാണ്. തുടക്കത്തിൽ 2 ഹോസിന്റെയും അറ്റത്ത് ഒരേ അളവിലുള്ള മർദ്ദം നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ വെള്ളം ഒഴുകാൻ തുടങ്ങുമ്പോൾ ചെറിയ ഹോസിൽ കൂടിയുള്ള ജലത്തിന്റെ ഒഴുക്ക് മറ്റേതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇലക്ട്രിക്കൽ സംബന്ധപ്പെടുത്തി പറഞ്ഞാൽ ചെറിയ ഹോസിലൂടെയുള്ള കറന്റിന്റെ ഒഴുക്ക് വലിയ ഹോസിൽ കൂടി ഉള്ളതിനേക്കാളും കുറവായിരിക്കും. ഈ 2 ഹോസുകളിൽ കൂടിയുമുള്ള ഒഴുക്ക് ഒരുപോലെയാക്കണമെങ്കിൽ ചെറിയ ഹോസ് കണക്ട് ചെയ്തിരിക്കുന്ന ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് അഥവാ ചാർജ് വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ഹോസിൽ കൂടിയുള്ള മർദ്ദം അഥവാ വോൾട്ടേജ് വർദ്ധിക്കുകയും തൽഫലമായി കൂടുതൽ വെള്ളം അല്ലെങ്കിൽ കറന്റ് ഒഴുകുകയും ചെയ്യും. ഇതാണ് വോൾട്ടേജും കറന്റും തമ്മിലുള്ള ബന്ധം. എന്നാൽ ഇവിടെ മൂന്നാമതായി ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഹോസിന്റെ ഉള്ളിലെ വലിപ്പം. അത് നമുക്ക് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയി കണക്കാക്കേണ്ടി വരും. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്നിവ സംയോജിപ്പിച്ചാണ് ഓംസ് ഫോർമുല തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് വോൾട്ടേജ് എന്നത് കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും ഗുണിതഫലമാണ്. ഇവിടെ V എന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ട് ആണ്. I എന്നത് കറന്റ് എന്നതാണ്, ആംപിയർ ആണ് ഇതിന്റെ യൂണിറ്റ്. R എന്നത് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്, ഓംസ് എന്നതാണ് ഇതിന്റെ യൂണിറ്റ്. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോയുടെ സമവാക്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു. നിത്യജീവിതത്തിൽ ഉപയോഗമില്ലെങ്കിലും ജോലി സംബന്ധമായി ഉപയോഗപ്പെട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.